ഹായ് ഗൈസ്. സാധാരണ 8 മണിയാകുമ്പോൾ വീട്ടിലെ എല്ലാ ജോലിയും തീരുന്ന എനിക്ക് ഇന്ന് ജോലി തീർന്നില്ല ഗൈസ്. ഇനി എനിക്ക് കറിയും വെക്കണം, ഒരു കടലക്കറിയും വെക്കണം. രാവിലെ ഉറക്കം എണീച്ചപ്പോൾ കറണ്ടില്ല. വെളുപ്പിലേക്ക് ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ്. ഓൾറെഡി ഞങ്ങളുടെ വീട് ഷീറ്റിട്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചില്ല. വയനാട്ടിലെ ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ്. ഇവിടെ അങ്ങനെയൊക്കെ സംഭവിക്കും, അങ്ങനെയൊക്കെ ഒരു ഉൾഭയം എനിക്കുണ്ട് കേട്ടോ. ഭയങ്കര ഷീറ്റിട്ട വീടുള്ളവർക്കറിയാം ഷീറ്റിൽ ഭയങ്കര ശബ്ദമുള്ള എങ്ങനെയായിരിക്കുമെന്ന്. അപ്പം ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അയ്യോ എല്ലാം പറ്റുമോ, ഷീറ്റിളകി വീഴുമോ, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ. പിള്ളേർ അതിൻ്റെ അപ്പുറം പേടിയായിരുന്നു പിള്ളേർക്കും. അങ്ങനെ കറണ്ട് ഇല്ലായിരുന്ന ഒരു ദിവസമാണ് ഇന്ന്. രാവിലെ ഞാൻ 5:30 അലാറം വെച്ചിട്ട് കറണ്ടില്ല. അപ്പം ഞാൻ പിന്നെ ഇച്ചിരി നേരം കൂടി കിടന്നു തുടങ്ങി. 6:30 എണീച്ചത്. അങ്ങനത്തെ എങ്ങനെയെങ്കിലുമൊക്കെ പിള്ളേരെ തട്ടിക്കൂട്ടി സ്കൂളിൽ വിട്ട്. കറണ്ടില്ല. അപ്പം എൻ്റെ കുറച്ച് 2 ജോലിയും കൂടി പെൻഡിങ്ങാണ്. പിള്ളേരെ കൊണ്ടാക്കിയിട്ട് ഇപ്പം ഞാൻ വന്നതേ ഉള്ളൂ. കുറച്ച് നേരം. അപ്പോൾ എനിക്കിനി 2 ജോലിയും കൂടി ഉണ്ട്. കറണ്ട് ഇല്ലായിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലി എന്ന് വെച്ചാൽ മീൻ കറിയും വെക്കണം, കടലക്കറിയും വെക്കണം. ഇന്ന് രാവിലെ ദോശയോ ഇഡലി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ദോശയ്ക്ക് മാവ് അട്ടയെല്ലാം വെച്ചിരുന്നു. അപ്പോൾ ഞാൻ കടല ഓൾറെഡി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കടലക്കറിയും വെച്ചില്ല, മീൻ കറിയും വെച്ചില്ല. അപ്പോൾ കടലയും കുറച്ച് വെള്ളത്തിൽ ഇരിപ്പുണ്ട്, മീനും ഇരിപ്പുണ്ട്. അപ്പോൾ രാവിലെ തന്നെ പിള്ളേർക്ക് ഏത്തക്കയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പിള്ളേർക്ക് എന്തോ കൊടുത്തു വിട്ടെന്ന്. പിള്ളേർക്ക് ചോറ് അപ്പം തന്നെ രാവിലെ എണീച്ച് അരിയൊക്കെ അടുപ്പിത്തിട്ട് ചോറ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ചോറും കോവയ്ക്ക മെഴുക്കുവരട്ടിയതും ബീട്രൂട്ട് തോരനും മുട്ട പൊരിച്ചതും ഇന്നലത്തെ ഇച്ചിരി മീൻചാറുണ്ടായിരുന്നു, അതും ഒക്കെ ആയിട്ട് പിള്ളേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ കെട്ടിയവന് കഴിക്കാനും ഉച്ചയ്ക്കത്തുള്ള കാര്യവും എനിക്ക് സെറ്റാക്കണം. ഇച്ചാനിപ്പം കഴിക്കാൻ വരും. ഇച്ചാൻ ഇപ്പം രാവിലെ തന്നെ ഒരു ഓട്ടം പോയി. അപ്പോൾ ഇച്ചാൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഈ കടലക്കറി ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം, ഞാൻ കടലക്കറി എങ്ങനെ വെക്കുന്നതെന്ന്. പിന്നെ നമുക്ക് മീനും ഉണ്ട് ഇന്ന്. അടിപൊളി ആവോലിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവോലി ഒന്ന് തേങ്ങ അരച്ച് കറിയും വെക്കണം, കടലക്കറിയും വെക്കണം. അപ്പോൾ ആവോലി സാധാരണ ഞാൻ കറി വെക്കുന്നത് അതേ രീതിയിൽ തന്നെ വെക്കുന്നത്. അപ്പോൾ ആവോലി കറി വെക്കുന്നതും കടലക്കറി വെക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അതായത് ഫിഷ് കറി റെസിപ്പിയും കടലക്കറി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഓൾറെഡി എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ വീഡിയോ ലോങ് ആയി പോകും. നിങ്ങൾക്കത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഗൈസ്. ഞാൻ നീട്ടി വലിച്ച് കൊണ്ടുപോകണ്ടല്ലോ. അപ്പോൾ കടലക്കറിക്കും മീൻ കറിക്കും ആവശ്യമായ സാധനങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കരിയേപ്പില എടുത്ത് കഴുകി കൈ പിടിച്ച് കുലുക്കി നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇനി ചിലപ്പോൾ എൻ്റെ മുഖമൊന്നും കാണാൻ പറ്റത്തില്ല. ഇനി കറികൾ വയ്ക്കുന്ന പാത്രവും അടുപ്പുകളും മാത്രമേ കാണിച്ചെടുത്തോളൂ. അപ്പം നമുക്ക് നേരെ പോയി. ഒരു വീഡിയോയിൽ 2 റെസിപ്പിയാണ് തരുന്നത്. ചിലപ്പോൾ നിങ്ങൾ വേറെ രീതിയിലായിരിക്കും വയ്ക്കുന്നത്, പക്ഷേ ഞാൻ ഈ രീതിയിലാണ് വയ്ക്കുന്നത്. ഇതിൽ എൻ്റെ കെട്ടിയവൻ തൃപ്തനാണ്, അത് മതി എനിക്ക്. പിന്നെ പിള്ളേർ കുറ്റം പറയാനായിട്ടില്ല, അതുകൊണ്ട് കഷ്ടം. ആ പിള്ളേർ ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും കഴിച്ചോളൂ. പക്ഷെ എന്തിനും കുറ്റം പറയുന്നത് എൻ്റെ കെട്ടിയവൻ കഴിക്കുന്നുണ്ട്, അത് മതി എനിക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സാധാരണ എൻ്റെ അടുക്കള പണികളെല്ലാം ഞാൻ ഒരു പായസ പരുവത്തിലാണ് ചെയ്യുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ കടലക്കറി മീൻകറിയാണ് വെക്കാൻ പോകുന്നത്. കടലക്കറി വെച്ച് കഴിഞ്ഞ് ഞാൻ മീൻകറി വെക്കാനല്ല ഉദ്ദേശിക്കുന്നത്, ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് ചെയ്തു പോകണം, അതാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഇന്നലെ തലേന്നേ വെള്ളത്തിലിട്ട് വെച്ച കടല കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കൈക്ക് ഒരു പിടി കൊച്ചുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇതുപോലൊന്ന് ചതച്ചെടുത്തിട്ട് അതിലോട്ട് തട്ടിയിട്ടിട്ട് പിന്നെ നമുക്ക് അടുത്ത വേണ്ടത് തക്കാളി. വീഡിയോ കാണുന്നതനുസരിച്ചാണ് ഓർമ്മ വരുന്നത്. തക്കാളിയും പിന്നെ നിങ്ങൾക്ക് എത്രയാണോ എരി വേണ്ടത് അതനുസരിച്ച് പച്ചമുളക് ഇടുക. പച്ചമുളക് തോനെ ഇട്ടോ കുഴപ്പമില്ല, പച്ചമുളക് തോനെ ഇടുകയാണെങ്കിൽ മുളക് പൊടി ഇച്ചിരി കുറച്ചിട്ടാൽ മതി, അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് പിന്നെ ആ ജാറൊന്ന് കഴുകി, നമ്മൾ കൊച്ചുള്ളി അരച്ചെടുത്ത ജാറില്ല അതൊന്ന് കഴുകിയിട്ട് ആ വെള്ളം ഒന്ന് അതിനകത്ത് കടലയുടെ മേളി വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു സവാളയുടെ പാതി, കാരണം വെച്ചാൽ കൊച്ചുള്ളി നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കുഞ്ഞു സവാളയുടെ പാതി മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് അടച്ച് വെച്ച് നേരെ അടുപ്പത്ത് കൊണ്ടുപോയി നിങ്ങളുടെ കുക്കറിന് എത്രയാണോ വിസിലുള്ളത് അത്രയും ഇടുക. നിങ്ങളുടെ കുക്കർ എത്ര വിസിലിട്ടാലായിരിക്കും കടല വെന്ത് കിട്ടുന്നത്, അതുപോലെ വിസിലിടാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ മീൻ കറിക്ക് നേരെ വയ്ക്കുക. തേങ്ങയിട്ട് 3 കഷ്ണം കൊച്ചുള്ളി ഇട്ട് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. അതായത് ഞാൻ ഇടുന്ന കണക്കെന്ന് പറഞ്ഞാൽ 2 കരണ്ടി മുളക് പൊടിയാണെങ്കിൽ 1 കരണ്ടി മല്ലിപ്പൊടി, പിന്നെ അതിലും കുറവ് മഞ്ഞപ്പൊടി, അങ്ങനെയാണ് ഇടുന്നത്. അത് ഫുള്ളിങ്ങനെ അരച്ച് നമ്മൾ മിക്സിയിലിട്ട് ഇങ്ങനെ നല്ല കറിക്ക് പരുവത്തി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എരിക്ക് ആവശ്യമായ പച്ചമുളക് ഇടുക. കറിപ്പാത്രം എടുത്ത് വെച്ചതിന് ശേഷം പച്ചമുളക് ഇട്ടോ കുഴപ്പമില്ല, നിങ്ങൾക്ക് എരിയാണോ എങ്ങനെയാണ് ഇഷ്ടം അതനുസരിച്ച്. പിന്നെ കരിയേപ്പില ഇടുക. പിന്നെ നമ്മുടെ ജാറിലിരുന്ന് അരച്ച് വെച്ചിരിക്കുന്ന
അരപ്പെല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇടുക. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് മീൻകറി ചേർക്കാൻ വേണ്ടി ഞാൻ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ കാണിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും പുളി ഓൾറെഡി ഇതണക്ക് വെള്ളത്തിൽ എവിടെയെങ്കിലും കാണുമെന്ന്. അപ്പോൾ പുളി വെള്ളം എടുത്ത് നല്ല രീതിയിൽ പിഴിഞ്ഞ് ഇതുപോലെ ജാറിനകത്ത് ഒഴിയുക. ജാറിനകത്തിരിക്കുന്ന അരപ്പും കൂടി അങ്ങോട്ട് കലക്കി ഒഴിച്ച് ഇതുപോലെ പുളിവെള്ളമായിട്ട് മിക്സ് ചെയ്തിടുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നേരെ അടുപ്പിലോട്ട് വെക്കുക. ഈ അടുപ്പിൽ മീൻകറി, ആ അടുപ്പിൽ കടലക്കറിയാണ്. അപ്പം പെട്ടെന്ന് ഇതാ ഞാൻ പറഞ്ഞ പായസ പരുവെന്ന് പറഞ്ഞത്. ഇതാകുമ്പോൾ അല്ലാതെ നമ്മൾ ഒരു ജോലി ചെയ്തിട്ട് അടുത്ത ജോലി ചെയ്യാൻ നിന്നാൽ ഒരു പരിപാടിയും നടക്കത്തില്ല, നമ്മുടെ സമയവും പോവും, ജോലി എങ്ങും എത്താനും സാധ്യതയില്ല. അതുകൊണ്ട് എൻ്റെ കറി തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നല്ല കുഞ്ഞായിട്ടല്ല നല്ല വലിയ പീസായിട്ട് അരിഞ്ഞ ആവോലി കഷ്ണങ്ങളെല്ലാം പുറക്കിയിട്ടിട്ടുണ്ട്. ആവോലി പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സോഫ്റ്റ് മാംസമാണ്. ഇച്ചാന് വലിയ മീനുകളാണ് ഇഷ്ടം, എനിക്ക് കുഞ്ഞു മീനുകളാണ് ഇഷ്ടം. ആവോലി അത്രയ്ക്ക് ചെറിയ കുഞ്ഞു മീനൊന്നും അല്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മാംസം നല്ല സോഫ്റ്റാണ്. ആവോലി, പരവ അങ്ങനെയൊക്കെയുള്ള മീനുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കുവാണ് കേട്ടോ. ഞാൻ വെച്ച കറിയാവുന്നതുകൊണ്ട് പറയാമല്ലോ, സൂപ്പർ ടേസ്റ്റ്. സ്വന്തമായിട്ട് പൊക്കുമല്ല കേട്ടോ, വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഉപ്പും പുളിയൊക്കെ നമ്മളെല്ലാവരും നോക്കുന്ന പോലെ ഞാനും ജസ്റ്റ് നോക്കി. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ കടലക്കറി വെക്കാനുള്ളത് അവിടെ പാത്രം ഞാൻ അടുപ്പി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടല വെന്തോന്നൊക്കെ ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കി. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കൊച്ചുള്ളി ഇട്ടുകൊണ്ട് ഒരു പ്രത്യേക ഒരു മണം അതിനകത്ത് നമ്മൾ തുറക്കുമ്പോഴേ കിട്ടും. ചെന്നാൽ കൊച്ചുള്ളി നല്ല അരച്ച് എടുത്തേക്കില്ല. എന്നിട്ട് നമ്മൾ കടലക്കറി വെക്കാനുള്ള പാത്രത്തിലോട് വെളിച്ചെണ്ണ ഇടുക. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാക്കൊത്തിടുന്നത്. കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഒരു തേങ്ങാക്കൊത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ, എനിക്ക് ബീഫിലും കടലക്കറിയിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാക്കൊത്ത്. എന്നിട്ട് അതിനകത്തോട്ട് ഇടുന്ന അരപ്പ് മുളക് പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി. ഞാൻ മല്ലിപ്പൊടിയൊന്നും ചേർക്കാറില്ല. മല്ലിപ്പൊടി ചേർക്കുന്നവർ ചേർത്തോട്ടെ. പക്ഷേ ഈ കടലക്കറി സൂപ്പറാണ്. മല്ലിപ്പൊടി ചേർത്ത് ചെയ്യുന്നവർ ഇതുപോലൊന്ന് ചെയ്ത് നോക്കും, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ വേവിച്ച കടല അങ്ങോട്ട് തട്ടിയിടുക. കുക്കർ ഒന്ന് കഴുകി പിന്നെയും അതിലോട്ട് തന്നെ ആ വെള്ളവും ഒഴിക്കുക. എന്നിട്ട് കുറച്ച് നേരം വേവാനായിട്ട് ആ നമ്മളിട്ട പൊടികളെല്ലാം അങ്ങോട്ട് പിടിക്കാനായിട്ട് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് കരിവേപ്പില എനിക്ക് ആരോ കൈവശം തന്നിട്ടുണ്ട്. അത്രയ്ക്ക് ഈ കരിവേപ്പില ഉള്ളപ്പോൾ ഭയങ്കര ലാവശ്യമായിരിക്കും. ഇല്ലാത്തപ്പോൾ അപ്പുറത്ത് ജിഷേച്ച് കരിവേപ്പില തരുമോ എന്ന് ചോദിച്ച് ചെല്ലുന്ന പരിപാടിയാണ് എനിക്ക്. അപ്പോൾ കറിയുടെ ഇതൊക്കെ നോക്കിയിട്ടുണ്ട്. അടിപൊളി കറി പറ്റി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആവോലിക്കറി ഒരുവിധം ആയിട്ടുണ്ട്. കടലക്കറി അവിടെ നല്ല തിളച്ചുകൊണ്ടിരിക്കുക. പിന്നെ കടലക്കറിയിൽ ചിലവർ കടല തന്നെ അരച്ച് ചേർക്കാറുണ്ട് കുറുകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ മീൻകറി സെറ്റായിട്ടുണ്ട്. അപ്പം മീൻകറി പൊക്കി നമുക്ക് നേരെ അപ്പുറത്തോട്ട് മാറ്റി വയ്ക്കാം. വേറെ ഒന്നുമില്ല, ഇവിടെ നമുക്ക് ദോശ ചൂടണം. ഞാൻ പറയില്ലേ ദോശയുടെ മാവാണെന്ന്. അപ്പം എന്തായാലും കറി വയ്ക്കുമ്പോൾ ഞാൻ രണ്ട് ദോശയും കൂടി ചുട്ട് നിന്നില്ലേ എനിക്ക് വിഷമാവത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദോശയുടെ കല്ല് അവിടെ വെച്ചിട്ടുണ്ട് ദോശ ചൂടാനായിട്ട്. എന്നിട്ട് ഞാൻ കടലക്കറിയിലോട്ട് ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ, 1-ാം പാലാണ് ചേർത്ത്. അതാകുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഞാൻ ചേർക്കാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കടലക്കറി കുറുകാൻ വേണ്ടി കടല തന്നെ അരച്ച് ചേർക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ മിക്കപ്പോഴും അരിമാവ് തന്നെ ആ തേങ്ങാപ്പാലിൻ്റെ കൂടെ ഒരു കരണ്ടി അരിമാവ് ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ചേർക്കുക. അപ്പോൾ നല്ലോണം കുറുകി വരും കേട്ടോ. കടല അരച്ച് ചേർക്കുന്നവർ അങ്ങനെ ചേർക്കുക. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അരിമാവ്, അതായത് ഇപ്പോൾ അപ്പവും കടലക്കറിയാണെങ്കിൽ അപ്പത്തിന് വേണ്ടി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് തന്നെ ഒരു കരണ്ടി എടുത്ത് കടലക്കറിയിലോട്ട് ഒഴിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുവിധം കടലക്കറിയും മീൻകറിയും ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ദോശയും കടലക്കറിയാണ് ഇപ്പോൾ അടുപ്പത്തിരിക്കുന്നത്. അപ്പോൾ ദോശ ഒന്ന് തിരിച്ചിട്ട് കടലക്കറി നല്ല തിളയ്ക്കുന്നുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മണമില്ല. കാരണം എന്ന് വെച്ചാൽ കറി ഇന്നലെ വെച്ചതാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ എനിക്ക് മണം അടിക്കുന്നില്ല. പക്ഷേ ഇന്നലെ നല്ല സൂപ്പർ മണമായിരുന്നു കേട്ടോ. അങ്ങനെ ദോശയൊക്കെ നല്ല കുമ്പള കണക്ക് വന്നപ്പോൾ മറിച്ചിട്ട് ദോശയും സെറ്റായിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് പാവം പിടിച്ച് എൻ്റെ മക്കൾക്ക് ഇന്ന് സ്കൂളിൽ പോയപ്പോൾ ഏത്തക്ക പുഴുങ്ങിയതാണ് കൊടുത്തു വിട്ടത്. അവർക്ക് സന്തോഷം, അവർക്ക് അത് എളുപ്പം നിന്നാന്നാണ് പറയുന്നത്. ഏത്തക്ക പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും ഒക്കെ ആണെങ്കിൽ. അങ്ങനെ ഇച്ചാനിപ്പോൾ വരുത്തതേ ഉള്ളൂ. എനിക്കുള്ള ദോശയും ഇട്ട് ഞാൻ ദോശയിലോട്ട് കുറച്ച് പഞ്ചസാര, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എരിയുടെ കൂടെ പഞ്ചസാര കൂട്ടുന്നത്. എരിയും മധുരവും ആ ഒരു കോമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പഞ്ചസാര ഇട്ട് അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി കടലക്കറിയും കോരി ഒഴിച്ച്, ഇച്ചിരി എന്നല്ല 2-3 കരണ്ടി ഇങ്ങനെ ഗ്രേവി ഒഴിച്ചിട്ട്, പിന്നെ മീൻകറി വെച്ചെടുത്ത് മീൻകറി എടുത്തില്ല എനിക്ക് സമാധാനം വരത്തില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ തിന്നുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാനിങ്ങനെയാണ്, ചൂടായിട്ട് കറികളൊക്കെ വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ഓൾറെഡി ദോശയും കടലക്കറിയും എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആവോലിയുടെ അടിപൊളി ഒരു തലപ്പീസും എടുത്ത് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണ്. കാരണം വെച്ചാൽ ചൂട് കറി വെച്ചാൽ പിന്നെ ഞാൻ വെച്ചെടുത്ത് ഞാൻ തന്നെ കഴിക്കണ്ടേ, എനിക്കൊരു സമാധാനം കിട്ടത്തില്ല ഗൈസ്. ഞാൻ ഉള്ളതുപോലെ കാണിച്ചു തരുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അലുവയും മത്തിക്കറി കണക്കൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ ശീലിച്ചു പോയി. അതായത് ഒരു ചേർച്ചയില്ലാത്ത ആഹാരങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ച് ശീലിച്ചു പോയി. അപ്പോൾ ഇപ്പോൾ ഇച്ചായം വരും. ഇച്ചാൻ വരുന്നതിന് മുമ്പ് എനിക്ക് നല്ല വിശപ്പുണ്ടായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ 2 വീഡിയോ 2 റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള 2 റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല
എൻ്റെ ഫാമിലിയിലെ കുഞ്ഞു ബ്ലോഗ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട? സബ്സ്ക്രൈബ് ചെയ്ത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ തിന്നട്ടെ, ചൂടുണ്ട്, എൻ്റെ അണ്ണാക്ക് വരെ പൊള്ളുന്നുണ്ട് ഗൈസ്. എന്നാലും ഇപ്പം റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പം കണ്ടല്ലോ, ആവോലിക്കറിയും കടലക്കറിയും ദോശയൊക്കെ ആയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.